ഹലോ, വെൽക്കം ടു NS ക്ലാസ്സസ്. അപ്പോൾ ഞാൻ കുറച്ച് കാലം ഒരു ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ് 12 കെമിസ്ട്രി അമീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതിലെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ് വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ നോക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് അമീൻസ് ആണ്. അപ്പോൾ അമീൻസ് എന്ന് പറയുമ്പം അതിൻ്റെ പ്രത്യേകത, അതിൽ നൈട്രജൻ ഉണ്ട് അല്ലേ, അമോണിയ, നൈട്രജൻ ഉണ്ട്. നൈട്രജനിൽ എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അതൊരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, അതായത് ന്യൂക്ലിയസ് ലവിങ്. കാരണം അതിന് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് നെഗറ്റീവ് പോസിറ്റീവ് ചാർജിനോട് അതിനൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഇലക്ട്രോൺസ് നൈട്രജൻ ഉള്ളതുകൊണ്ട് അതൊരു ന്യൂക്ലിയോഫൈലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് അപ്പം ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ മീൻസ് അതിൻ്റെ ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അമീൻസിൻ്റെ ബേസിക് നേച്ചർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ അമീൻസിൽ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി അമീൻസിലേക്ക് വന്നു കഴിയുമ്പം അതിൻ്റെ ബേസിക് നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈമറി അമീൻ എന്ന് പറയുമ്പം അതിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോണിനെ ഈ നൈട്രജനിലേക്ക് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ നൈട്രജൻ ഓൾറെഡി ഇലക്ട്രോൺസ് ഉണ്ട്, എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഇലക്ട്രോൺസ് വീണ്ടും വീണ്ടും കിട്ടുകയാണ്. അപ്പം എന്താണ്, അതിൻ്റെ ബേസിറ്റി കൂടും. ടെർഷ്യറി അമീൻ്റെ ബേസിറ്റി ആണ് ഹയർ ദാൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി അമീൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് അമീൻസ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അമീൻസിൻ്റെ കാര്യത്തിലാണ് നമ്മൾ ഈ ബേസിറ്റി ഇങ്ങനെ പറയുന്നത്. അതായത് പ്രൈമറി അമീനിൻ്റെ ബേസിറ്റി സെക്കൻഡറി അമീനിലേക്ക് വരുമ്പോൾ കൂടും, ടെർഷ്യറി അമീനിലേക്ക് വരുമ്പോൾ വീണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത് ഇൻ ദ കേസ് ഓഫ് ഗേഷ്യസ് സ്റ്റേറ്റ്. ഇനി നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പം ഇതങ്ങനെയല്ല വരുന്നത്. അവിടെ വേറൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്, അതായത് സോൾവേഷൻ എനർജി എന്നൊരു ഫാക്ടറും കൂടെ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അമീൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗേഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ ബേസിറ്റി എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്, പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി. ഇനി നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിയുമ്പം ഇവിടെ സോൾവേഷൻ എനർജി എന്ന് പറയുന്നൊരു ഫാക്ടറും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ബേസിറ്റി സെക്കൻഡറി അമീൻ മോർ ബേസിക് ദാൻ ടെർഷ്യറി അമീൻ. ഓക്കെ, ഇത് നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സെക്കൻഡറി അമീൻ ഈസ് മോർ ബേസിക് ദാൻ ടെർഷ്യറി അമീൻ. അപ്പോൾ ഇനി നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പാണ്, ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് ആണെങ്കിൽ അതിൻ്റെ ബേസിറ്റി എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അത് സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. അതായത് ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻസ് ആണെങ്കിൽ, അതായത് C2H5 ട്വൈസ് NH. ഇതെന്താണ്, ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണ്. ഇതിൻ്റെ ബേസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ C2H5 thrice N, which is greater than C2H5NH2. ഓക്കെ, ഇത് ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ്റെ കാര്യമാണ് ഈ പറയണേ. ഇനി മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണെങ്കിൽ അതിൻ്റെ ബേസിറ്റി എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി ഗ്രേറ്റർ ദാൻ ടെർഷ്യറി അമീൻ ആണ്. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബേസിറ്റി വരുന്നത്. അതായത് സെക്കൻഡറി അമീൻ എന്ന് പറയുമ്പം CH3 ട്വൈസ് NH ഗ്രേറ്റർ ദാൻ CH3NH2 ഗ്രേറ്റർ ദാൻ CH3 thrice N. ഓക്കെ, അപ്പോൾ നമ്മൾ ഈഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണെങ്കിൽ സെക്കൻഡറി അമീൻ ഈസ് ഗ്രേറ്റർ ദാൻ ബേസിറ്റി ഓഫ് സെക്കൻഡറി അമീൻ ഈസ് ഗ്രേറ്റർ ദാൻ ടെർഷ്യറി ആൻഡ് ദെൻ പ്രൈമറി. ആൻഡ് ഇൻ ദ കേസ് ഓഫ് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ, ഇത് മീഥൈൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമീൻ ആണ്. സോ ഇവിടെ നമ്മുടെ സെക്കൻഡറി അമീൻ ഈസ് അതിൻ്റെ ബേസിറ്റി ഓഫ് സെക്കൻഡറി അമീൻ ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈമറി ആൻഡ് ദെൻ. ഓക്കെ, ഇപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ഓഫ് ബേസിക് നേച്ചർ ഓഫ് ആൽക്കൻ അമീൻ വേഴ്സസ് അമോണിയ. അപ്പോൾ അമോണിയ ആൻഡ് ആൽക്കൻ അമീൻ നമ്മൾ കമ്പയർ ചെയ്താൽ ആർക്കാണ് ബേസിക് നേച്ചർ കൂടുതൽ? ഓക്കെ, ഫസ്റ്റ് ഇതാണ് നമ്മുടെ അമോണിയ, ഇത് നമ്മുടെ ആൽക്കൻ അമീൻ. ഓക്കെ, അപ്പോൾ അമോണിയയിൽ നമുക്കറിയാം രണ്ടിടത്തും നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അതിന് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നൈട്രജൻ ലോൺ പെയർ ഉണ്ട്. സോ അത് H+നെ ഡൊണേറ്റ് ചെയ്യുന്നു ഇലക്ട്രോൺ, ആൻഡ് വി ഗെറ്റ് NH4+. ഓക്കെ, അപ്പോൾ ഇവിടെ RNH2 നമ്മുടെ ആൽക്കനമീൻ ആണ്. ഇവിടെ നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അത് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടെ RNH3+ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ടും ആൽക്കനമീനും അമോണിയും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ബേസ് എന്ന് പറഞ്ഞ ഏതാണ്? നമ്മുടെ ആൽക്കനമീനാണ്. കാരണം എന്താണ്? ഇവിടെ രണ്ടിടത്തും നൈട്രജൻ ലോൺ പെയർ ഉണ്ട്, പക്ഷെ ഇവിടെ എന്താണ്? നമ്മുടെ ആൽക്കൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇലക്ട്രോൺ നൈട്രജനിലേക്ക്, ഈ ആൽക്കൽ ഗ്രൂപ്പ് ഇലക്ട്രോണെ നൈട്രജനിലേക്ക് ഇങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ അത് ബേസിക് നേച്ചർ ഇതിൻ്റെ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോണെ ഇതിന് ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ ആൽക്കനമീൻ വേഴ്സസ് അമോണിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കനമീൻ ആണ് സ്ട്രോങ് ബേസ് ദാൻ അമോണിയ. ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് അമോണിയയും അരൈൽ അമീനാണ്. അരൈൽ അമീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബെൻസീൻ റിംഗ് ഉള്ള അമീൻസ്. ഓക്കെ, ബെൻസീൻ റിംഗ് വരുന്നതാണ്, അതാണ് അരൈൽ അമീൻസ്. അപ്പോൾ അമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലോൺ പെയർ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ അമോണിയ. ഇത് നമ്മൾ അരൈൽ അമീൻ എടുക്കുകയാണ്, നമ്മൾ അനലീൻ എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിന് രണ്ടേലും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അമോണിയ ആണ് മോർ ബേസിക്. അമോണിയ ആണ് മോർ ബേസിക് ദാൻ അനലീൻ. ഓക്കെ, അതിന് റീസൺ എന്തായിരിക്കും? അമോണിയയില് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, നൈട്രജനിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് ഈസിലി ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ അത് ബേസിക് നേച്ചർ കാണിക്കും. നമുക്ക് ഈസിലി അവൈലബിൾ ആണ് ഇവിടെ ഇലക്ട്രോൺ. എന്നാൽ നമ്മൾ അനലീനിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നൈട്രജൻ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, പക്ഷേ അത് നമുക്ക് ഈസിലി അവൈലബിൾ അല്ല. കാരണം അത് റിസൊനേറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു റിസൊനൻറ്റ് സ്ട്രക്ചർ കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്കിവിടെ പോസിബിൾ ഒരു 5 റിസൊനേറ്റിംഗ് സ്ട്രക്ചർ അനലിൽ ഉണ്ട്. അപ്പോൾ റിസൊനേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ നമ്പർ കൂടുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ ഇലക്ട്രോണെ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ പാടാണ്. ഇലക്ട്രോണെ റിലീസ് ചെയ്താലാണ് അത് ബേസിക് നേച്ചർ കാണിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഇത് ഫസ്റ്റ് റിസൊനേറ്റിംഗ് സ്ട്രക്ചർ ആണ്. ഇത് നമ്മുടെ സെക്കൻഡ് റിസൊനേറ്റിംഗ് സ്ട്രക്ചർ. ഓക്കെ, അഗൈൻ ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇവിടേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് കിട്ടും തേർഡ് റിസൊനേറ്റിംഗ് സ്ട്രക്ചർ. അതെങ്ങനെ വരും? ഇതാണ് നമ്മുടെ തേർഡ് റിസൊനേറ്റിംഗ് സ്ട്രക്ചർ. അഗൈൻ ദീസ് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോകുന്നു, ഇത് ബോണ്ട് പെയർ ലോൺ പെയർ ആയി മാറുന്നു. ഇത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പലപ്പോഴും കണ്ടേക്കണാണ് റിസൊനേറ്റിംഗ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ റിസൊനേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. ഇത് നമ്മുടെ 4th വൺ. ഇനി എന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ട് വരുന്നു, ഇത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇത് നമ്മുടെ 5th വൺ. അപ്പോൾ നമുക്ക് അനലിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇങ്ങനെ ഈ റിസൊനേറ്റ് ചെയ്യാണ്, ഈ ഒരു റിംഗ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ സൈക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് 5 റിസൊനേറ്റിംഗ് സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ട് റിസൊനേറ്റിംഗ് സ്ട്രക്ചറിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും, നമ്മൾ നേരത്തെ കണ്ടാണ്. ഇൻ കേസ് ഇപ്പോൾ അനലിൻ ഇപ്പോൾ ഒരു ഓക്കെ അനലിൻ ഇലക്ട്രോണെ H+നെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അനലീനിയം അയോൺ ആണ്. ഓക്കെ, അയോൺ. ഈ അനലീനിയം അയോണിന് പോസിബിൾ ആയിട്ടുള്ളത് 2 റിസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, 1, 2. അപ്പോൾ ഈ ഇൻ കേസ് അനലിൻ H+നെ അക്സെപ്റ്റ് ചെയ്ത് അനലീനിയം അയോൺ ആയിട്ട് മാറുമ്പോൾ
ഇവിടെ നമ്മൾ നോക്കിയാൽ അനലീനിയം അയോണിന് പോസിബിൾ ആയിട്ടുള്ള 2 റെസൊനേറ്റിംഗ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൽ അനലിൻ ആണോ അതെയോ അനലീനിയം അയോൺ ആണോ മോർ സ്റ്റേബിൾ? അനലിൻ ആണ്. കാരണം എന്താണ്? അനലീനിൽ 5 റെസൊനേറ്റിംഗ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ റെസൊനേറ്റിംഗ് സ്ട്രക്ചറിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ അനലീൻ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്നും H+നെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് അനലീനിയം ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള അനലീനിയം അയോണിലേക്ക് പോകും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? അനലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർ സ്റ്റേബിൾ ആണ്. കാരണം അതിൽ ഇലക്ട്രോണിനെ റിസൊനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതിന് ഇലക്ട്രോണ് റിലീസ് ചെയ്യുക പാടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബേസിറ്റി എങ്ങനെയാണ്? കമ്പയർഡ് ടു അമോണിയ അനലീൻ്റെ ബേസിറ്റി എന്ന് പറയുന്നത് ലെസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടു അരയിൽ നമ്മൾ അനലിൻ ആൻഡ് അമോണിയ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അമോണിയാണ് മോർ ബേസിക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ അനലിനിലേക്ക് മോർ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ബേസിറ്റി? ഇപ്പം ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പായ CH3 പോലുള്ള ഗ്രൂപ്പ് നമ്മൾ അനലിനിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബേസിറ്റി എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. കാരണം നമ്മൾ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അത് ഇലക്ട്രോൺ ഡെൻസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മൾ അനലിനിലേക്ക് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ് ആഡ് ചെയ്യുന്നത്. ലൈക്ക് NO2 ദെൻ SO3H പോലുള്ള ഗ്രൂപ്പാണ് നമ്മൾ അനലിനിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ ബേസിറ്റി എന്തായിരിക്കും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.